ഹലോ, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ റമീസ് ഖാൻ്റെ പുതിയ ഒരു പുഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പുതിയ പുഡിങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ റമീസ് ഖാൻ എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇതെന്താ പുഡിങ് എന്ന് വെച്ചാൽ നമ്മളെ കാരമൽ ബ്രെഡ് പുഡിങ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പുഡിങ്ങും കൂടെ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തെടുക്കണം. അത്രയും ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല, 2-3 ഐറ്റംസ് മാത്രം. പണിയും ഇല്ല, ഒരു പണിയില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സംഭവമായിട്ട്. അപ്പം നോമ്പ് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് രാത്രിക്ക് ഇരുന്നിട്ട് ഏകദേശം നമുക്ക് ആ ഒരു ദാഹമൊക്കെ മാറിയതിന് ശേഷം രാത്രിക്ക് ഇരുന്നിട്ടാണ് ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് നന്നായിട്ട് ആസ്വദിക്കാനും പറ്റുന്നുണ്ടായിരുന്നു. കൂടുതൽ സംസാരിച്ചിരിക്കാണ്ട് നമുക്ക് നേരെ ഇത് ഉണ്ടാക്കാൻ പോയല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിനകത്തോട്ടേക്ക് പഞ്ചസാര ഇട്ടിട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. അത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ പറയുന്നത്. കാരമലൈസ് ചെയ്തെടുക്കാൻ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചൂട് തട്ടുമ്പോൾ ഇതുപോലെ മാറി വരും. അപ്പോൾ നമ്മളിത് എന്തുകൊണ്ടാണെന്നറിയോ അതിങ്ങനെ പൊക്കി പിടിച്ചേക്കുന്നത് കൂടുതൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഒരു ജാറിലോട്ടേക്ക് 2 ഗ്ലാസ് പാല്, 3 സ്ലൈസ് ബ്രെഡ്, അതുപോലെ തന്നെ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമ്മുടെ ഈ മുട്ടയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അരിക്കാനല്ല കേട്ടോ, അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജാറ് ഏകദേശം ചെറിയ ജാറ് ഫില്ലായി പോയത് കാരണം നമ്മൾ എന്ത് ചെയ്തു, അതെന്തായാലും അടിക്കുന്ന സമയത്ത് പുറത്തോട്ടേക്ക് വരുമല്ലോ. അതുകൊണ്ട് നമ്മളത് വലിയ ജാറിലോട്ടേക്ക് മാറ്റിയിട്ട് അതിനെ നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേനും നമ്മുടെ ഈ കാരമലൈസ് ചെയ്തത് ഒരു ഗ്ലാസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ സെറ്റായിട്ട്. അപ്പോൾ ഈ കാരമലൈസ് ചെയ്തതിൻ്റെ മേലോട്ടേക്ക് നമ്മളിത് ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഈ മിക്സും കൂടെ, ജ്യൂസ് മിക്സും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് ഒരു 15 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൈമർ 15 മിനിറ്റ് ആയിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടോ, നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് കുത്തി നോക്കുന്ന സമയത്ത് ആ ഒരു ഇതിനകത്തോട്ടേക്ക് വരുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ സെറ്റായി എന്നാണ്. ശേഷം നമുക്ക് ഇതിനെ നേരെ എടുത്ത് ഫ്രിഡ്ജിലോട്ടേക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. അതും ഒരു കറക്റ്റ് 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേന് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പുഡിങ്ങിനെ പുറത്തോട്ടേക്ക് എടുത്തിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.